എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 14 ശ്ലോകം 33, 34, 35, 36, 37, 38 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ഉർവശിയെ കാണാനേ അതായിട്ട് ഉർവശി പോയതോടുകൂടി രാജാവ് മരിച്ച പോലെ പറയും. ആ ഉർവശി പ്രാന്തൻ എന്ന് പറയും അദ്ദേഹത്തിന്. എല്ലാവരും അങ്ങനെ പറയും, ഉർവശി ഉർവശി ഉർവശി. ഇത് മാത്രമേ ഒരു വിചാരം. അങ്ങനെ എല്ലാ സ്ഥലത്തും തെരഞ്ഞുകൊണ്ട് നടക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗംഗണപതേ നമ. സംസരസ്വത്യൈ നമ. ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 33. സദാം വീക്ഷ്യ കുരുക്ഷേത്രേ സരസ്വത്യാം ച തൽസഖീ പഞ്ചപ്രഹൃഷ്ടവദനാ പ്രാഹസൂക്തം പുരൂരവാ. സ പുരൂരവാ, ആ പുരൂരവസ് കുരുക്ഷേത്രേ, കുരുക്ഷേത്രത്തിൽ, സരസ്വത്യാം, സരസ്വതിയിൽ, താം, അവളെയും, പ്രഹൃഷ്ടവദനാഹ, ഏറ്റവും ഹർഷത്തെ പ്രകാശിപ്പിക്കുന്ന മുഖങ്ങളോടുകൂടിയ, തൽസഖി പഞ്ച, അവളുടെ 5 സഖിമാരെയും, വീക്ഷ്യ, കണ്ടിട്ട്, സൂക്തം പ്രാഹ, ശോഭനമായ വചനത്തെ പറഞ്ഞു. അങ്ങനെ ഭൂമിയിൽ ചുറ്റി നടക്കുന്ന പുരൂരവസ് കുരുക്ഷേത്രത്തില് സരസ്വതി നദിയുടെ തീരത്ത് ഉർവശിയെ കണ്ടു. അവളുടെ കൂടെ വേറെ 5 സഖിമാരുണ്ടായിരുന്നു. സന്തോഷം മുഴുവനും മുഖത്തുണ്ടായതുകൊണ്ട് ഇങ്ങനെ അവരുടെ മുഖം ഇങ്ങനെ താമരപ്പൂ പോലെ ശോഭിച്ചിരുന്നു എന്നാ പറയണത്. അങ്ങനെ ആ സഖിമാര് കൂടെയുള്ള ആ ഉർവശിയോട് രാജാവ് സന്തോഷായിട്ട് സംസാരിച്ചു. സന്തോഷായിട്ട് ഉർവശി അങ്ങോട്ട് കണ്ടപ്പോഴേക്കും സന്തോഷം കൊണ്ട് എന്തൊക്കെയാ വേണ്ടത് വെച്ചില്ലേ മഹാരാജാവിന് പറയണം. അഹോ ജായേ തിഷ്ഠ തിഷ്ഠ ഘോരേണ ത്യക്തുമർഹസി മാം ത്വമദ്യാപ്യനിർവൃത്യ വജാംസി കൃണവാവഹൈ. ഓ ജായേ, ആശ്ചര്യം, ഹേ പത്നി. തിഷ്ഠ തിഷ്ഠ, നിൽക്കുക നിൽക്കുക. അദ്യാപി, ഇപ്പോഴും, മാം അനിർവൃത്യ, എന്നെ നിർവൃതിപ്പെടുത്താതെ, ഘോരെ, സന്താപത്തിൽ, തെക്കുതും, ത്യജിപ്പാനായിക്കൊണ്ട്, ത്വം നാർഹസി, നീ അർഹിക്കുന്നില്ല, വജാംസി, വാക്കുകളെ, തൃണവാവഹൈ, നമ്മൾക്ക് ചെയ്യാം. രാജാവ് പറഞ്ഞ സൂക്തം ആണ് 2 പദ്യം. ഇതെന്തൊരു ആശ്ചര്യ എന്റെ പ്രിയെ. നിൽക്കൂ നിൽക്കൂ, നിന്നോടുകൂടിയുള്ള ആ രതിസേവയിൽ ഞാൻ ഇപ്പോഴും സംതൃപ്തനായിട്ടില്ല. എനിക്ക് മതിയായിട്ടില്ല നിന്നോടുകൂടി ജീവിച്ചിട്ട്. എന്നെ ആനന്ദിപ്പിക്കാതെ പോകുന്നത് നിനക്ക് യുക്തമല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാം. സുദേഹോയം പദത്യത്ര ദേവി ദൂരം ഹൃദസ്ത്വയാ ഘാതന്ത്യേനം മൃഗാ ഗൃധ്രാ ത്വൽ പ്രസാദസ്യ നാസ്പദം. ദേവി, ഹേ ദേവി, ത്വയാ, നിന്നാൽ, ദൂരം ഹൃദ, ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ട, അയം സുദേഹ, ഈ ശോഭന ശരീരം, അത്ര പതതി, ഇവിടെ പതിക്കും, ത്വൽ പ്രസാദസ്യ, നിന്റെ അനുഗ്രഹത്താൽ, ആസ്പദം ന ഭവിഷ്യതി ചേത്, ആസ്പദമാകയില്ലെന്ന് വരികിൽ, ഏനം, ഇതിനെ, മൃഗാഹ ഗൃത്ര, ചെന്നായ്ക്കളും കഴുക്കളും, ഘാതന്തി, തിന്നും. ഹേ ദേവി, ദയുണ്ടാവണേ. അങ്ങനെ അപേക്ഷിക്കാണ്. അത്രയും ഒരു സ്ത്രീ ഭ്രാന്തനാണ് പ്രത്യേകിച്ച് ഉർവശി ഭ്രാന്തൻ അദ്ദേഹം. എത്ര കാലമായിട്ട് നീ എന്നെ പരിത്യജിച്ചു പോയിരിക്കല്ലേ. എന്റെ ഈ കമനീയമായ, ഈ സുന്ദരമായ ഈ ശരീരം ഉണ്ടല്ലോ, ഇപ്പൊ ഇവിടെ വീഴും. ആ ശരീരത്തെ സ്വീകരിക്കാനുള്ള അനുഗ്രഹം നീ എന്നിൽ ചെയ്യുകയില്ലെന്ന് വരുന്ന പക്ഷം, എന്റെ ഈ ശരീരത്തെ നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ഈ ശരീരത്തിനെ ഉപേക്ഷിക്കും, ഞാൻ മരിക്കും. അതാ പറയണ അദ്ദേഹം. നിർജീവമായ ഇതിനെ കഴുക്കളും ചെന്നായ്ക്കളും തിന്നു തീർക്കും. അതിനിട വരുത്താതെ എന്നോടുകൂടി ചേർന്ന് രമിക്കാൻ നീ പ്രസാദിക്കണേ ഉർവശി എന്ന് പറഞ്ഞിട്ട് കരയുക അദ്ദേഹം. അതാ ഉർവശി പറയണു, മാമൃതാ പുരുഷോസി ത്വം മാസ്മത്വാദ്യുർവൃഗായിമേ ക്വാപി സഖ്യം ന വൈ സ്ത്രീണാം മൃഗാണാം ഹൃദയം യഥാ. മാമൃത, മരിക്കരുത്. ത്വം പുരുഷാസി, അങ്ങ് പുരുഷനാകുന്നു. ഇമേ മൃഗാഹ, ഈ ചെന്നായ്ക്കൾ, ത്വാ, അങ്ങയെ, മാസ്മ അദ്യു, തിന്നാതിരിക്കട്ടെ. സ്ത്രീണാം, സ്ത്രീകൾക്ക്, ക്വാപി സഖ്യം ന വൈ, ഒരിടത്തും സഖ്യമില്ല എന്നത് പ്രസിദ്ധം. താസാം ഹൃദയം, അവരുടെ ഹൃദയം, മൃഗാണാം യഥാ, ചെന്നായ്ക്കളുടേതുപോലെ ആകുന്നു. ഉർവശി പറയണേ, ഹേ പുരൂരവസേ, അങ്ങ് മരിക്കരുത്, അങ്ങ് മരിക്കാൻ പാടില്ല. അങ്ങ് പുരുഷനല്ലേ, ധൈര്യം അവലംബിക്കൂ.
സുപ്രസിദ്ധങ്ങളായ ഈ ചെന്നായ്ക്കള്, അതായത് ഇന്ദ്രിയങ്ങളാകുന്ന ചെന്നായ്ക്കള്, അങ്ങയെ ഭക്ഷിക്കാൻ അനുവദിക്കരുത്. ഈ ഇന്ദ്രിയങ്ങൾക്ക് കീഴടങ്ങി ഇങ്ങനെ അധൈര്യപ്പെടരുത്. ഇനിയിപ്പോ മരിക്കരുത് എന്നൊക്കെ പറയാൻ അത്രത്തോളം സ്നേഹം അങ്ങയോടുണ്ടെങ്കിൽ അങ്ങ് എന്നാ എന്നോട് ഒന്നിച്ചിരിക്കരുത് എന്ന് അങ്ങ് ചോദിക്കരുണ്ട. എന്തുകൊണ്ടാന്ന് വെച്ചാലേ ഈ സ്ത്രീകൾക്ക് ഒരു പുരുഷനിലും പരിശുദ്ധമായ സ്നേഹമൊന്നുമില്ല. അത് പ്രസിദ്ധമാണെന്ന്. അത് ഈ വേശ്യ സ്ത്രീകൾ അവർക്കൊക്കെ അങ്ങനെയാണല്ലേ. ഏതെങ്കിലും ഒരു പുരുഷനെ സ്നേഹിക്കും, അവരെ സ്നേഹിക്കണ്ടെന്ന് നടിക്കും, അത് കഴിയുമ്പോ മടുക്കുമ്പോ വേറൊരു പുരുഷനെ സ്വീകരിക്കും. അവരുടെ പണി അതല്ലേ. അതാണ് ഉർവശി പറയണത്. ഈ സ്ത്രീകളുടെ ഹൃദയം ഉണ്ടല്ലോ, ചെന്നായ്ക്കളുടെ ഹൃദയം പോലെ കാഠിന്യമാണ്. അത് അറിഞ്ഞോളൂ അങ്ങ്. അതുകൊണ്ട് അങ്ങ് മരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്ത്രീയോ ഹി അകരുണാ ക്രൂര ദുർമർഷാ പ്രിയ സാഹസാഹ ഘ്നന്ത്യൽപാർത്ഥേ വിവിശ്രബ്ധം പതിം ഭ്രാതരമഭ്യുത. സ്ത്രീകൾ അകരുണാഹ, കരുണയില്ലാത്തവരും, ക്രൂര, ക്രൂര സ്വഭാവമുള്ളവരും, ദുർമർഷ, ക്ഷമയില്ലാത്തവരും, പ്രിയ സാഹസ, പ്രിയത്തെ സമ്പാദിക്കാൻ സാഹസത്തോടു കൂടിയവരും ആകുന്നു. അൽപാർത്ഥെ, അല്പമായ പ്രയോജനത്തിന് വേണ്ടിയിട്ട്, വിശ്രബ്ധം പതിം, തന്നെ വിശ്വസിച്ചിരിക്കുന്ന ഭർത്താവിനെയും, ഉദാ ഭ്രാതരം അഭി, സഹോദരനെയും, നന്ദിഹി, ഹനിക്കുന്നത് പ്രസിദ്ധം. അപ്പൊ എങ്ങനെ സ്ത്രീഹൃദയം പ്രസിദ്ധാണെന്ന് പറഞ്ഞല്ലോ, ക്രൂരതയാണ്. സ്ത്രീകളെ ഒരു ദയയില്ലാത്തവരാ. പിന്നെ ക്രൂര സ്വഭാവങ്ങളാ, ക്ഷമയില്ല അവർക്ക് താല്പര്യമുള്ള കാര്യം സാധിക്കാൻ ഇഹലോകത്തിലും പരലോകത്തിലും നിന്ദ്യമായ സാഹസ കർമ്മങ്ങളൊന്നും ചെയ്യാൻ അവർക്ക് ഒരു മടിയില്ല. അതുകൊണ്ട് തന്റെ ചെറിയ കാര്യങ്ങൾ പോലും സാധിക്കാൻ തങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന ഭർത്താവിനെയോ സഹോദരനെയോ വധിക്കാനൊന്നും അവർക്ക് ഒരു മടിയില്ല. അങ്ങനെയുള്ളവര് പിന്നെ മറ്റുള്ളവരെ ഹനിക്കാതിരിക്കില്ലെന്ന് ലോകതത്വം നന്നായിട്ടുള്ള അറിയണ അങ്ങോട് പ്രത്യേകിച്ച് പറയണോ. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് മരിക്കണ്ട. വിധായാളീക വിശ്രംഭം അജ്ഞേഷു ത്യക്ത സൗഹൃദാഃ നവം നവം അഭീപ്സന്ധ്യ പുംശ്ചല്യ സ്വൈരവൃത്തയ. അജ്ഞേഷു, അറിവില്ലാത്തവരിൽ, അളീക വിശ്രംഭം, വ്യാജമായ വിശ്വാസഭാവത്തെ, വിധായ, ഉണ്ടാക്കിയിട്ട്, ത്യക്ത സൗഹൃദാഃ, ഉപേക്ഷിക്കപ്പെട്ട സ്നേഹത്തോടു കൂടിയവരും, നവം നവം, പുതിയ പുതിയ പുരുഷനെ, അഭീപ്സന്ധ്യ, കാമിക്കുന്നവരും, പുംശ്ചല്യ, വ്യഭിചരിക്കുന്നവരും, സ്വൈരവൃത്തയ, തോന്നിയതുപോലെ വ്യാപരിക്കുന്നവരുമാകുന്നു. ഈ സ്ത്രീയുടെ സ്വഭാവം അറിവില്ലാത്തവര് അവരിലൊക്കെ ഇങ്ങനെ അഭിനയം കൊണ്ട് വിശ്വാസം ഉണ്ടാക്കും. അങ്ങനെയാ. ഈ സ്ത്രീ എന്നെയും എന്നെ എത്രയാ സ്നേഹിക്കണേ എന്ന് അവര് വിചാരിക്കും. പാവപ്പെട്ട പുരുഷന്മാര് ആവശ്യം വരുന്ന സമയം ആ സൗഹാർദ്ദത്തെയൊക്കെ തീരെ അങ്ങോട്ട് ഉപേക്ഷിക്കും. സ്നേഹമുള്ളവരാണെന്നൊക്കെ അഭിനയിച്ചിരുന്നതിനെയും അവര് ഒക്കെ സ്നേഹമൊക്കെ അപ്പൊ മനസ്സിലാവും ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ അങ്ങോട്ട് വിട്ട് കളഞ്ഞ് അവനവന്റെ കാര്യം മാത്രമേ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വിചാരമുള്ളൂ എന്ന് പറയുന്നു. പുതിയ പുതിയ പുരുഷനോട് ചേർന്ന് രമിക്കാൻ ആഗ്രഹിക്കുന്ന ഇത്തരക്കാര് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന വ്യഭിചാരിണികളാണ്. അങ്ങനെയുള്ള ആ ജാതിയിലാണ് ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്നെ വിശ്വസിക്കണ്ട, അങ്ങ് ഉപേക്ഷിച്ചോളൂ. ഞാൻ അങ്ങയെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കി ധൈര്യം അവലംബിച്ചിരുന്നു. ശരിക്കും തുറന്ന് അങ്ങോട്ട് പറഞ്ഞു ഉർവശി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.